അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിക്കോണിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അവരെ ടാൻ മാറി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് നിക്കോണിയുടെ ടാൻ വാനിഷ് ഗ്ലൂട്ടാകോജിക് സ്കിൻ പോളിഷ് എന്ന് പറയുന്ന സാധനം. ഒട്ടും വൈകാതെ തന്നെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിൽ എവിടെയാണോ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് തേക്കാൻ ഒരു ക്രീം ഇതേപോലെ ഒരു ബോക്സിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ക്രീം എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. എന്താണെങ്കിലും അതിന്റെ പുറമെ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ച സാധനം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. 15 to 20 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. എന്നാണെങ്കിൽ നമുക്ക് നോക്കി നോക്കാം റിസൾട്ട് കിട്ടോ ഇല്ലയോ എന്ന്. 15 മിനിറ്റ് കൂടുതൽ വെച്ചപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. എന്റെ പൊന്നോ അപ്പൊ ഒറ്റയടിക്ക് എന്റെ ടാൻ മൊത്തം പോയി. ഇങ്ങനത്തെ റിയാക്ഷൻസും കാട്ടി ഈ റിസൾട്ടും കാട്ടി ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒത്തിരി ക്രിയേറ്റേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ ക്രിയേറ്റേഴ്സിനെയും എനിക്ക് വിളിക്കാനുള്ള പേരെന്ന് പറഞ്ഞാൽ അവരെ സത്യം പറഞ്ഞാൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന കഴുതകൾ അഥവാ നാറികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. സത്യമായിട്ടും ഗൈസ് ഈ റിയാക്ഷൻ കാട്ടി ഗൈസ് എന്റെ ടാൻ ഒക്കെ പോയി എന്ന് ഞാനും ഒരു വീഡിയോ ഇപ്പൊ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടേണ്ടിയിരുന്ന പൈസ 15,000 രൂപയാണ്. നിക്കോണി എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് ഓഫർ ചെയ്ത പൈസയാണത്. പക്ഷേ ഈസി ആയിട്ട് ഞാൻ അത് റിജക്ട് ചെയ്തു. എന്തുകൊണ്ട്? കാര്യം ഇത്രേ ഉള്ളൂ, ഞാൻ ഇതുവരെ എന്റെ ഒരൊറ്റ വീഡിയോയിൽ പോലും എന്നെ ഫോളോ ചെയ്യണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. എന്നിട്ടും എന്നെ ഫോളോ ചെയ്യുന്ന 50,000-ന് മുകളിലുള്ള ആൾക്കാരെ എനിക്ക് പറ്റിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ എന്താണെങ്കിലും എന്റെ കയ്യിൽ ഈ കണ്ട റിസൾട്ടിനെ പറ്റി നിങ്ങൾക്ക് അറിയണ്ടേ ഗൈസ്? നിക്കോണിയുടെ ഈ ഒരു പ്രൊഡക്റ്റില് ഹൈഡ്രജൻ പെറോക്സൈഡ്, പെർസൾഫേറ്റ്സ് പോലത്തെ ഹാർഷ് ആയിട്ടുള്ള ബ്ലീച്ചിങ് ഏജൻസ് ഉണ്ട്. സോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്കിന്നിന്റെ അപ്പർ ഏറ്റവും ടോപ്പിലെ ലെയറിൽ ഈ ബ്ലീച്ചിങ് ഏജൻസ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിനെ വെളുപ്പിക്കും. സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ രോമം വരെ ഗോൾഡൻ കളറിലായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇത് കാണുമ്പോൾ നമുക്ക് ടാൻ മാറിയതുപോലെയൊക്കെ തോന്നുമെങ്കിലും ആ മാറ്റം ആക്ച്വലി ഒരു പെർമനന്റ് ചേഞ്ച് ഒന്നുമല്ല, വെറും ടെമ്പററി ആണ്. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് പഴയ പോലെ തന്നെ ആവും. ആദ്യം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ടാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിനുള്ള ഒരു ചെളിയോ അല്ലെങ്കിൽ ഒരു ഔട്ടർ ലെയറിലുള്ള ഒരു അഴുക്കോ ഒന്നും അല്ല. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഒറ്റ വാഷിൽ അതങ്ങോട്ട് ഒലിച്ചു പോകാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുറഞ്ഞോ കൂടിയോ പോയാൽ വരെ നിങ്ങൾക്ക് ഹൈലി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്കിൻ ഇറിറ്റേഷൻസ്, റെഡ്നസ്, ബേണിങ്സ്, കെമിക്കൽ ബേൺസ്, പാച്ച്, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മുഖത്തൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സപ്പോസ് നിങ്ങൾക്ക് ഒരു കെമിക്കൽ ബേൺ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാച്ച് ജന്മത്തിൽ മാറത്തില്ല. അത് മാത്രമല്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് ടാൻ മാറുന്ന പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ച് തേച്ചിട്ട് പിറ്റേ ദിവസം മുതൽ വെയിലത്തെങ്ങാനും ഇറങ്ങി കഴിഞ്ഞാൽ ഡബിൾ എക്സ് ഇരട്ടി പണിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ബിക്കോസ് ഇതൊരു ബ്ലീച്ചിങ് ഏജന്റ് നിങ്ങളുടെ കയ്യിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല സെൻസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ഡേ നിങ്ങളെങ്ങാനും വെയിലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഉപയോഗിച്ച ഭാഗമൊക്കെ 2 ഇരട്ടി കരിവാടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലീച്ചിങ് ഏജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ വെളുപ്പിച്ചിട്ട് അത് ടാൻ മാറിയതാന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ബ്രാൻഡുകാരും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ വീഡിയോ ക്രിയേറ്റേഴ്സും നല്ല ശുദ്ധമായിട്ട് ജനങ്ങളെ മൊത്തത്തിൽ പറ്റിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചുരുങ്ങിയ പൈസ മേടിച്ചിട്ട് ബ്രാൻഡുകാർക്ക് വേണ്ടിയിട്ട് എന്തും പറഞ്ഞ ക്രിയേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ടാൻ മാറും എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരാൾ ഇത് മേടിച്ച് അവനോ അവൾക്കോ വല്ല സ്കിൻ ഇറിറ്റേഷൻസ്, കെമിക്കൽ ബേൺസ്, ബ്ലാക്ക് പാച്ച് എന്തെങ്കിലുമൊക്കെ അടിച്ചു പോയ ഒരാളുടെ മുഖം മൊത്തം നാശമായി പോയ ഉള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. നാശമാക്കാൻ ആക്ച്വലി കഴിവുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. പൈസ എല്ലാവർക്കും വേണം, അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യനാണെന്നുള്ള കാര്യം മറന്നു പോവാതെ പ്രൊമോഷൻസ് ഏറ്റെടുക്കാൻ ശ്രമിക്കുക.